നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തം രേഖകൾ വീണ്ടെടുക്കാൻ നാളെ പ്രത്യേക ക്യാമ്പുകൾ. വയനാട് പ്രകൃതി ദുരന്തം സംഭവിച്ച പഞ്ചായത്തിലെ രേഖകൾ വീണ്ടെടുക്കാൻ നാളെ പ്രത്യേക ക്യാമ്പുകൾ. മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ, മൗണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നാളെ പ്രത്യേക ക്യാമ്പ് നടത്തും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകൾ, IT മിഷൻ, അക്ഷയ എന്നിവയെ ഏകോപിപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ഓട്ടോറിക്ഷയിൽ മധ്യവയസ്കനെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശി രാമദാസ് ആണ് മരിച്ചത്. കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം. വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചാണ് ഇയാൾ മരിച്ചതെന്നാണ് സംശയിക്കുന്നത്. ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിലായിരുന്നു മൃതദേഹം. പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മലപ്പുറത്ത് യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമം, പ്രതികൾ പിടിയിൽ. മലപ്പുറത്ത് യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ അറസ്റ്റിൽ. കൂട്ടായി സ്വദേശികളായ 3 പേരെയാണ് വധശ്രമ കേസിൽ അറസ്റ്റ് ചെയ്തത്. മലപ്പുറം കൂട്ടായി വാടിക്കലങ്ങാടിയിൽ യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈസ്പാടത്ത് ഉനൈഫ്, കൂറ്റാലൻപുരയ്ക്കൽ റമീസ് ബാബു, കുന്നത്ത് ഇസ്ഹാഖ് എന്നിവരാണ് പിടിയിലായത്. 5 വയസ്സുകാരിയെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം തിരൂരിൽ 5 വയസ്സുകാരിയെ കുളത്തിൽ വീട് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടിയാട്ടുപറമ്പിൽ പ്രഭിലാഷിന്റെ മകൾ ശിവാനിയാണ് മരിച്ചത്. വീടിന് സമീപത്തെ കുളത്തിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടത്. കുട്ടി അബദ്ധത്തിൽ കുളത്തിൽ വീണതാകാമെന്നാണ് നിഗമനം. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കഞ്ചാവ് കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ആലപ്പുഴ മണ്ണാഞ്ചേരി പഞ്ചായത്ത് 6-ാം വാർഡ് മണപ്പള്ളി ലക്ഷം വീട്ടിൽ സുൽഫിക്കർ, ആര്യാട് പഞ്ചായത്ത് 8-ാം വാർഡ് കാളിക്കാട്ടുപറമ്പ് വീട്ടിൽ ആകാശ്, മണ്ണഞ്ചേരി പഞ്ചായത്ത് 7-ാം വാർഡ് കമ്പിയകത്ത് വീട്ടിൽ അദ്വൈത് എന്നിവരെയാണ് മണ്ണഞ്ചേരി പോലീസ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ 5-ാം തീയതി വൈകിട്ട് 5 മണിയോടെ മണ്ണഞ്ചേരി നേതാജി ജംഗ്ഷന് കിഴക്ക് ഭാഗത്ത് വെച്ച് മാരകായുധങ്ങളുമായി കഞ്ചാവ് വിൽപ്പനയ്ക്ക് എത്തിയതായിരുന്നു ഇവർ. പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് കഞ്ചാവും ബൈക്കും ആയുധങ്ങളും ഉപേക്ഷിച്ച് ഇവർ കടന്നു കളഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മണ്ണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ MK രാജേഷും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉല്ലാസും ആലപ്പുഴ റെയിൽവേ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്.